പരക്കുമ്പോ വെളിച്ചം പരത്തണത് ഓലച്ചൂട്ട്. വെളിച്ചം പരക്കുമ്പോ ചപ്പട്ടി കെടുത്തണത് ഓലച്ചൂട്ട്. ഹാജിയാരെ എന്ത് പറ്റി? ഒന്നുമില്ല. കാര്യം ഞാൻ പറയാം. ഇന്നും സ്വപ്നം കണ്ടു കാണും. ഓലച്ചൂട്ട്. എന്നെ നോക്കി പേടിപ്പിക്കണ്ട. ഇത്ര പ്രായമായിട്ട് മക്കളോടുള്ള കലിപ്പ് തീർന്നിട്ടില്ലല്ലോ ഹാജിയാരെ. മക്കളല്ല, സൈത്താന്മാരാണ്. സൈത്താന്മാര് വെറും ഓലച്ചൂട്ടാക്കിയില്ലേ നമ്മള്. മക്കളുടെ ജീവിതത്തില് ഇരുട്ടായിരുന്നപ്പോ വെളിച്ചം കൊടുത്തത് ഈ ഉപ്പ. വെളിച്ചം പരന്നപ്പ ചവിട്ടി കെടുത്തി ഈ ഓലച്ചൂട്ടിനെ. ഈ ചൂട്ട് കെട്ടുപോകാതിരിക്കാനല്ലേ ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത്. ദേ വീണ്ടും നോക്കി പേടിപ്പിക്കുന്നു. അന്റെ വലിയ മനസ്സിലുള്ള സങ്കടം കാണാൻ എനിക്കറിയാം. സത്യം പറഞ്ഞാൽ എന്റെ തന്നെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ സ്ഥാപനം തുടങ്ങി. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ അപ്പം മരിക്കാൻ. ആകെപ്പാടെ തന്ന സമ്പാദ്യം ധീരം വന്നൊരമ്മയും 6 പെങ്ങന്മാരും. നാട്ടിലെ അല്ലറ ചില്ലറ പണിയൊക്കെ ചെയ്ത് ആദ്യം 3 കെട്ടിച്ചു വിട്ടു. അപ്പോഴാ കൂട്ടുകാരൻ ഒരു വിസ അയച്ചു തന്നെ ഗൾഫിലേക്ക്. ഈ ഗൾഫിൽ പോയിട്ടുണ്ട്. അനക്ക് എന്തായിരുന്നു ഇവിടെ ജോലി? സലീം കുമാർ ഒരു സിനിമയിൽ പറയണില്ലേ, അറബിയുടെ ഒട്ടകത്തെ നോക്കല്. പട്ടിണികളൊന്നും മിച്ചം വെച്ചും കുറെ സമ്പാദിച്ചു. അങ്ങനെയാ ബാക്കി പെങ്ങന്മാരെ കെട്ടിച്ചയച്ചേ. അമ്മയ്ക്ക് ദീനം കൂടിയപ്പോഴാ തിരിച്ചു വന്നേ. അമ്മ കൂടെ മരിച്ചപ്പോ ജീവിതത്തിൽ ഒറ്റയ്ക്കായ പോലെ. അപ്പൊ തോന്നിയ ആശയ ഈ നാട്ടില് എന്നെ പോലെ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയവരെ ഈ പൊരയില് കൊണ്ടുവന്ന് താമസിപ്പിക്കണം. ഹാജിയാരുടെ ഭാഷയിൽ പറഞ്ഞ ഇപ്പൊ പെരുത്ത് സന്തോഷാട്ടാ. എന്റെ മനസ്സില് നന്മയുണ്ടോ, അതാ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം. നോക്കണ്ട, പഴുത്തിട്ടില്ല. കണ്ടാ പറയില്ല. അടുക്കളയിൽ ഇവിടെ വരെ നടന്നപ്പോ ഞെക്കി പഠിപ്പിച്ചതാ. തീറ്റ മാത്രം പോരാ, വ്യായാമം കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വ്യായാമല്ലേ? വായിക്ക് മാത്രമല്ല, മൊത്തം ശരീരത്തിനും വേണം. 5 കിലോമീറ്റർ ദിവസവും ഡോക്ടർ നടക്കാൻ പറഞ്ഞിരിക്കണേ. അനക്ക് അടുക്കള 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറ്റി പണിയാൻ പറ്റൂ? അതെന്തിനാ? 5 നേരം നടക്കട്ടെ. ഇത്തിരി സമാധാനം തരൂ. അടുത്തിന്റെ കൂടെ കഴിക്കാനാ? ഓ, ഇതിനെ ഞാനിത് കൊല്ലും. ഹാജിയാരുടെ കൂടെ ആടിന് തീറ്റാനെങ്കിലും ഭാരതമായിട്ടൊരു പൊക്കൂടെ? ഓ എന്റെ പൊന്നെ വേണ്ട. ഇപ്പൊ ആട്ടങ്ങൾക്ക് തിന്നാൻ എന്തെങ്കിലും കിട്ടുന്നുണ്ട്. ഇപ്പം പറഞ്ഞാലേ അതുങ്ങൾ പട്ടിണിയാവും. ഇന്നലെ രാത്രി ആടുകൾ വല്ലാതെ കരയണുണ്ടായിരുന്നല്ലോ. കന്നിമാസല്ലേ, കരച്ചില് കൂടും. ആ എന്തിനോ വേണ്ടി ഇതാക്കുന്ന സാമ്പാർ. ആടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ആ ജാനകി ചേച്ചിയുടെ പറമ്പിലേക്ക് ആട് കയറാതെ നോക്കണേ. ഇന്നലെയും പരാതിയുമായി വന്നിരുന്നു. അവരുടെ പ്ലാവിന്റെ ഇല ആട് തിന്നു എന്ന് പറഞ്ഞിട്ട്. മിണ്ടാ പ്രാണികൾക്ക് അറിയില്ലല്ലാതെ ജാനകിയുടെ പറമ്പാന്ന്. നല്ല പ്ലാവില കാണുമ്പോ അത് ചാടി കളിക്കും. അതിനുണ്ടാവില്ലേ മോഹങ്ങള്? ആടിന്റെ എല്ലാ മോഹങ്ങളും ഹാജിയാരെ പൂവടിക്കാൻ നോക്കണ്ട കേട്ടോ, റിസ്ക് ആവും. ഈ സൈത്താനെ ഞാൻ ഇന്ന് അല്ല തോൽക്കുട്ടിയെ. ഈ ആടിന്റെ പാലനെ അവര് ദിവസവും വിപ്പിട്ട വന്ന് വാങ്ങണത്. അതിന് കുഴപ്പമൊന്നും ഇല്ലല്ലേ? അതാണ് യൂസ് ആൻഡ് ത്രോ കൾച്ചർ. ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുക. അത് ആടായാലും ആളായാലും. ആ ഒരു കാര്യം പറയാൻ മറന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടുകാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആര്? കൃഷ്ണൻ മാഷ്. കൃഷ്ണമാഷ്? അതെ, കൃഷ്ണൻ മാഷ്. മാഷ് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ അടിച്ചു തുടച്ച് നല്ല ക്ലീൻ ചെയ്യണം.
മാഷിന് ഇത് എന്ത് പറ്റിയോ? കൃഷ്ണ മാഷിനെയും ഓലച്ചൂട്ടാക്കിയോ?